എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ ചെറിയൊരു അടുക്കളത്തോട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ചെറിയൊരു കുഞ്ഞു കൃഷിയാണ് കേട്ടോ. അപ്പോൾ ഒരു തടത്തിൽ കോവയ്ക്കുണ്ട്, ഒരു തടത്തിൽ കയ്പക്കയുണ്ട്, ഒരു തടത്തിൽ നമ്മുടെ കൊടവരിക്കുണ്ട് കേട്ടോ. എല്ലാത്തിനും കൂടി ഒറ്റ പന്തലാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ കണ്ടില്ലേ, പാവയ്ക്ക ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ 2-3 നമ്മൾ പറിച്ച് വറുത്തു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള നല്ല വിഷമൊന്നും ഇല്ലാത്ത നല്ല പച്ചക്കറി നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഇതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഓരോന്നും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും കൂടി ഒറ്റ പന്തലാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കൊടവരിക്ക് ഇതാ നമ്മൾ 2-3-4 പറിച്ച് വറുത്തു കേട്ടോ. നല്ല നീളത്തിലുള്ള നല്ല അടിപൊളി കൊടവരിക്ക തന്നെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ കൊടവരിക്ക പിന്നെ നരമ്പൻ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇത് ഇനിയും കുറേ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതാ ചെറുതായിട്ട് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ജൈവവളം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മറ്റ് രാസവളങ്ങളൊന്നും നമ്മൾ ഇട്ട് കൊടുക്കാറില്ല. നമ്മൾ ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റും പിന്നെ നമ്മളെ കരിയിലയും ഇത് മാത്രമാണ് കേട്ടോ നമ്മൾ പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നല്ല ചൂട് കാരണം ഇപ്പോൾ 2 പ്രാവശ്യം നമ്മൾ രാവിലെയും വൈകിട്ടും വെള്ളം നനയ്ക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യമേ വെള്ളം നനയ്ക്കാറുള്ളൂ. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് നമ്മളെ പച്ചക്കറികൾ പെട്ടെന്ന് വാടിപ്പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ 2 നേരം നമ്മൾ നനച്ചു കൊടുക്കാറുണ്ട്. പിന്നെ എപ്പോൾ നമ്മുടെ പച്ചക്കറിക്ക് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ആ ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുറ്റിനും കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചില സമയത്ത് കരിയില മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ കരിയില ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഒരു കുഞ്ഞു കൃഷിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറിയൊക്കെ നമുക്ക് ഓരോരോ ദിവസം ഇതിന് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് മറ്റുള്ള പച്ചക്കറിയും കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഓരോരോ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ പച്ചക്കറിയുടെ സൈഡിലായിട്ട് തന്നെ നമ്മൾ തമര വിത്തൊക്കെ പാകിയായിരുന്നു. അതൊക്കെ നല്ലപോലെ കിളിർത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് തമര കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തു വെച്ചിട്ട് ഇപ്രാവശ്യം ഇതുപോലെ വാളി കൊടുത്തിട്ട് നല്ല പോലെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞടുക്കളത്തോട്ടം. അപ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യാം. അപ്പോൾ തമര വിത്തൊക്കെ വേണ്ടവരൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പച്ചമുളക് തോട്ടം. പച്ചമുളക് ആയി വരുന്നതേ ഉള്ളൂ. ചെറുതായിട്ട് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കുഞ്ഞടുക്കളത്തോട്ടം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ.